RBB അല്ലെങ്കിൽ റെഡ് ബക്കറ്റ് ബിരിയാണി ആന്ധ്രയിലെ എൻ്റെ ഫസ്റ്റ് ബിരിയാണി എക്സ്പീരിയൻസ് ആണിത്. സാധനം മേടിക്കാൻ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ വയറ് ചീത്ത പറഞ്ഞ് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ബിരിയാണി സ്പോട്ടിൽ കയറി. പുറത്തൊരു പെട്ടിക്കട സെറ്റപ്പ് ആണെങ്കിലും അകത്ത് കയറിയപ്പോൾ ഒരു 5 സ്റ്റാർ പ്രതീതിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ കൈയൊക്കെ കഴുകി വളരെ ആക്രാന്തത്തോടെയാണ് ഡൈനിങ് ടേബിളിലേക്ക് ചെന്നത്. പക്ഷേ മെനു കാർഡ് കണ്ടപ്പോൾ ആമാശയം വരെ കത്തിപ്പോയി ഗൈസ്. ഭയങ്കര വിലയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വളരെ ഗഹനമായ ചർച്ചകൾക്കൊക്കെ ശേഷം ഒരു ബക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തു. അതായത് ഒരാൾക്ക് ഒരെണ്ണം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. കർണാടകയിലെ ബിരിയാണി കഴിച്ചതുകൊണ്ട് വളരെ നെഗറ്റീവ് ഒരു അപ്രോച്ചോട് കൂടിയാണ് ഞാൻ ഈ ബിരിയാണിയെ സമീപിച്ചത്. പോരാത്തതിന് കോഴിയുടെ തോല് വെച്ചുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. കറികളെല്ലാം മോശമായിരുന്നു കേട്ടോ. പക്ഷേ ബിരിയാണി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ ആദ്യ കാഴ്ചയിൽ തന്നെ കുട്ടി എനിക്ക് ഇഷ്ടമായി. പീസസ് എല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തതായിരുന്നു. റൈസിനാണെങ്കിൽ നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചപ്പോൾ കർണാടകയിലെ ബിരിയാണി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു പോയി. എന്തായാലും എനിക്ക് തന്ന ഹൈപ്പ് വെറുതെ ആയില്ല. അത്രയും സൂപ്പറായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ഒരു ബിരിയാണി എന്തായാലും ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയി 2 നേരം കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ഇന്നത്തെ ഊരുതണ്ടലെല്ലാം അവസാനിച്ചു. വിയർത്ത് കുളിച്ച് അടിപൊളിയായിട്ട് നാശമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.